ഹലോ. സോ ഇന്ന് ഞങ്ങൾ ആനക്കൊട്ടയിൽ പോയ ഒരു വീഡിയോ ആണ്. ഗുരുവായൂർ പോയ സമയത്ത് തന്നെ ആനക്കൊട്ട വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ആക്ച്വലി നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. ഞങ്ങൾ വണ്ടിയൊക്കെ അവിടെ ഇട്ടു. ആൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ലെസ് ദാൻ 20 എങ്ങാണ്ടാണ് ഒരു ടിക്കറ്റ് ഫീ ഒരാൾക്ക് വരിക. ഞാൻ കറക്റ്റായിട്ടുള്ള എമൗണ്ട് മറന്നുപോയി, അതുകൊണ്ടാണ് കറക്റ്റ് ഞങ്ങൾ ആദ്യം കണ്ട ഇവനാണെങ്കിൽ മത പൊട്ടി നിൽക്കുന്ന ആനയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോഷൻ അധിക നേരം നിങ്ങളിവിടെ നോക്കി നിൽക്കണം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായി. പിന്നെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലാത്ത നോർമലായിട്ടുള്ള ആനകളുണ്ടായി. അവർ ഇരുന്ന് മറ്റേ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമുക്കിങ്ങനെ നടക്കാം. പിന്നെ ചുറ്റും ഇങ്ങനെ ഒരു പാത്വേ ഉണ്ട്. പിന്നെ അടുത്ത് ചെന്നപ്പോൾ അടുത്ത ആന. ഞങ്ങളൊരു കുറച്ച് ചൂടുകാലത്താണ് പോയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറേ ആനകൾ അവിടെ മതം പൊട്ടി നിൽക്കുന്നുണ്ടായി. ഈ ആനയും അങ്ങനെ ഭയങ്കര കുഴപ്പക്കാരനല്ല, എന്നാലും ചങ്ങലക്കിട്ടേക്കുമാണ് അതിനെ. ഇങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്ന ആനകളൊക്കെ മതം ഇളകി നിൽക്കാന്നാണ് പറയുന്നത്. പിന്നെ ഇവനെ കണ്ടു. ഇവനാണെങ്കിൽ ഭയങ്കര അക്രമാസക്തനാണ്. കമ്പും ഓരോ സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെയും കൊമ്പുകളും ഒക്കെ വലിച്ചെറിയലുണ്ടായി. പിന്നെ ഇച്ചിരി ദൂരെ ആയതുകൊണ്ട് പിന്നെ അവനിങ്ങനെ എത്തി വലിഞ്ഞ് നിൽക്കണുണ്ടാവും. അവൻ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു, ഭയങ്കര ആംഗ്രി ആയിരുന്നു. ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എറിയുക. പിന്നെ വെള്ളം കുടിക്കണ കണ്ടു ആന തുമ്പിക്കൈ കൊണ്ട്. നമ്മൾ ഈ കഥകളിലല്ലേ ആന തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കണൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതേ കണ്ടോ, മറ്റേ ചങ്ങലയൊക്കെ പൊട്ടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര ആംഗ്രി ആയിരുന്നു, ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, വെള്ളം കുടിക്കുന്നത് മറ്റേ തയ്യക്കാരൻ്റെ സ്റ്റോറിയിലാണ് ഞാൻ വെള്ളം ഇങ്ങനെ തുമ്പിക്കൈ ശേഖരിച്ചുകൊണ്ട് വന്നത്. കുറേ വെള്ളം കുടിക്കും, കുറേ അത് കളയും, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഇവിടെയുള്ള ഒരു ആനയാണെങ്കിൽ മണ്ണിൽ കുളിച്ച് നിൽക്കുകയാണ്. ദേഹം മുഴുവനും ഒരു ബ്രൗൺ കളർ മണ്ണിലിങ്ങനെ ഇട്ടേക്കുമായിരുന്നു. എനിക്ക് വന്നത് ചൂട് കാരണം അതിങ്ങനെ മണ്ണെല്ലാം ദേഹത്ത് ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ നടന്ന് നമ്മളൊരു സർക്കിളിലാണ് നടക്കുന്നത്. അപ്പുറ സൈഡിൽ കൂടെ കറങ്ങി ഇപ്പുറ സൈഡിൽ കൂടെ. അപ്പം ചുറ്റിനും ഒത്തിരി ആനകളെ രണ്ട് സൈഡിലുമായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇത് ആനക്കൂടാണ്. അപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആനകളൊക്കെ ഇടാൻ വേണ്ടിയുള്ള കൂടാണ്. പിന്നെ ആനയ്ക്ക് ഉള്ള ഫുഡ് കുറേ പനയോല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു തറവാട് പോലത്തുള്ള സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഫ്രൂട്ട് ബേയിലേക്ക് പോയി. ഫ്രൂട്ട് ബേയിൽ നിന്ന് മിന്നി ഒരു ബെറി അപ്പ് കഴിച്ചു, ഇഷ്ടമായി.